ന്യൂ സിലബസ്. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് 1-2 ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം മൊഡ്യൂൾ 2-ല്. ഞങ്ങൾക്ക് മൊഡ്യൂൾ 1-ൽ ഞാൻ ആക്ച്വലി 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതുപോലെ. അത് ചെയ്യണോ? ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യണോ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന്? മൊഡ്യൂൾ 1-ൽ എനിക്ക് തോന്നുന്നു ഞാൻ അസൈൻമെന്റ്സ് തന്നിട്ടുണ്ട്, അതെല്ലാവരും ഒന്ന് നോക്കുമോ? അതിന് പുറമെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളുടെ സിലബസിൽ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ, ഒരു സിലബസ് ക്വസ്റ്റ്യൻ സിലബസിൽ. സോ യു ആർ ഗിവൺ എ ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് മൊഡ്യൂൾ 2-ൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇല്ലുസ്ട്രേറ്റ് ദ ഡിസൈൻ തിങ്കിങ് അപ്രോച്ച് ഫോർ ഡിസൈനിങ് എ ബാഗ് ഫോർ കോളേജ് സ്റ്റുഡൻസ് വിത്തിൻ എ ലിമിറ്റഡ് ബഡ്ജറ്റ്. Describe each stage of the process and iterative procedure involved. Use hand sketches to support your arguments. Okay, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഇന്നിപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് കൺസ്ട്രക്ട് എ നമ്പർ ഓഫ് പോസിബിൾ ഡിസൈൻസ് ആൻഡ് ദെൻ റിഫൈൻ ദം ടു നാരോ ഡൗൺ ടു ദ ബെസ്റ്റ് ഡിസൈൻ ഫോർ എ ഡ്രഗ് ട്രോളി യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ. ഷോ ഹൗ ദ ഡൈവേർജന്റ് കൺവേർജന്റ് തിങ്കിങ് ഹെൽപ്സ് ഇൻ ദ പ്രോസസ്. Provide your rationale for each step by using hand sketches only. Okay, അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾ എന്താണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? വാട്ട് ഈസ് അവർ സ്റ്റെപ്സ്? വാട്ട് ആർ അവർ സ്റ്റെപ്സ് ടു ഡു ദിസ് പ്രോഗ്രാം? എന്തായിരിക്കും ചെയ്യേണ്ടത്? അനിഷ്ഠ എന്തായിരിക്കും ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞ എന്താ? എന്ത് ഡിസൈൻ ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്? നോക്ക്, വായിച്ചു നോക്കേ. കേൾക്കുന്നില്ല പറയുന്നേ? ഓക്കെ, എന്ത് ഡിസൈൻ ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ? ഒരു ഡ്രഗ് ട്രോളി യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ. You have to design a drug trolley for hospital. Hospitals ഒരു ഡ്രഗ് ട്രോളിയാണ്. ട്രോളി സാധാരണ ഡ്രഗ് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മരുന്ന് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ട്രോളി നമുക്ക് ഡിസൈൻ ചെയ്യണം അല്ലേ? അപ്പം വി ഹാവ് ടു കൺസ്ട്രക്ട് നമ്പർ ഓഫ് പോസിബിൾ ഡിസൈൻസ് അല്ലേ? പിന്നെ അതിനെ റിഫൈൻ ചെയ്ത് ഒരു നാരോ ഡൗൺ ടു ദ കുറേ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ഐഡിയാസ് നമ്മൾ കൊണ്ടുവന്ന് അതിനെ എന്ത് ചെയ്യണം? അതിൽ നിന്ന് ബെസ്റ്റ് ഐഡിയ നമ്മൾ സെലക്ട് ചെയ്യണം അല്ലേ? അതിനാണ് നാരോ ഡൗൺ അപ്രോച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വി ഹാവ് ടു റിഫൈൻ ദം ടു എ നാരോ ഡൗൺ and to get a better design or best design for the drug trolley. Okay, അപ്പോൾ ഇതിൽ എന്ത് കാണിക്കണം നമ്മൾ? We have to show how the divergent and convergent thinking helps in the process. Divergent convergent thinking ഇതിൽ എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാന്നുള്ളത് നമുക്ക് കാണിക്കണം. ഓക്കെ, നമുക്ക് ഇത് എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ഉദ്ദേശിക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും യു ഹാവ് ടു യൂസ് യുവർ ഹാൻഡ് സ്കെച്ചസ്. ചെറിയ ചെറിയ സ്ക്രിബിൾസ് സ്കെച്ചസ് ഒക്കെ വെച്ചിട്ട് വേണം ഇത് എപ്പോഴും വരക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മുടെ പ്രൊവൈഡ് യുവർ റേഷണൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ റീസൺസ്, ലോജിക്കൽ റീസൺസ് എന്ത് ചെയ്യണം? നിങ്ങൾ അതിൽ ഹാൻഡ് സ്കെച്ചസ് വെച്ചിട്ട് നിങ്ങൾ കാണിക്കണം. അപ്പോൾ അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇത് ചെയ്യാം. അപ്പം ഇവിടെ എസ്പെഷ്യലി ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം, ഷോ ഹൗ ദ ഡൈവേർജന്റ് ആൻഡ് കൺവേർജന്റ് തിങ്കിങ് ഹെൽപ്സ് ഇൻ ദ പ്രോസസ്. ഓക്കെ, അപ്പോൾ ഡൈവേർജന്റ് കൺവേർജന്റ് തിങ്കിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അത് ആണ് നമ്മളിവിടെ അത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ഇവിടെ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡൈവേർജൻ ആൻഡ് കൺവേർജൻ തിങ്കിങ് അല്ലേ? ഇതാണ് ഡൈവേർജൻ ആൻഡ് കൺവേർജൻ, നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡൈവേർജൻ തിങ്കിങ്ങും
കൺവേർജന്റ് തിങ്കിങ്. ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഹൊറിസോണ്ടൽ തിങ്കിങ് എന്ന് പറയും അല്ലേ. അപ്പം വി ആർ കൺസിഡറിങ് ദാറ്റ് ഇഷ്യൂ ആസ് എ ക്വസ്റ്റ്യൻ അല്ലേ. നമ്മുടെ ഇതിന് ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? വി ഹാവ് ടു ഡെവലപ്പ് എ ലോട്ട് ഓഫ് ഐഡിയാസ് അല്ലേ. നമ്മൾ ഒരുപാട് പല രീതിയിലുള്ള ഐഡിയാസ് നമ്മൾ അത് വെച്ച് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഡെവലപ്പ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ അകത്ത് നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ നമ്മൾ സെലക്ട് ചെയ്യും. അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഐഡിയാസ് നമ്മൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? വി ഹാവ് ടു ഡിസൈൻ, വിൽ ഡിസൈൻ അല്ലെ വിൽ ഫൈൻഡ് ദ സൊല്യൂഷൻ ഫോർ ദാറ്റ് പ്രോബ്ലം. അപ്പോൾ അതിനാണ് ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയുക. അപ്പോൾ അവിടെ നമ്മൾ കുറെ കൂടി ഇമാജിനേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ല. നമ്മുടെ പല പല രീതിയിലുള്ള ഇമാജിനേഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും വിൽ ക്രിയേറ്റ് അവർ ഐഡിയ. ഇപ്പോൾ കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മളെ ഒരുപാട് ഫാക്ട്സ് ഉണ്ടാവും അല്ലേ. അപ്പം ഒരു ഡിസൈൻ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ആ ഒരുപാട് ഫാക്റ്റിൽ നിന്ന് നമ്മളൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ആൻസർ കണ്ടുപിടിക്കുന്ന പ്രൊസീജിയറാണ് കൺവേർജന്റ് തിങ്കിങ്. അപ്പോൾ കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത് കൂടുതലും ലോജിക്കൽ തിങ്കിങ് ആയിരിക്കും അല്ലെ. എന്താണ് എക്സാക്ട് ഫാക്ട് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ് ആയിരിക്കും കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മുടെ അനലിറ്റിക്കൽ, ലീനിയർ, വെർട്ടിക്കൽ തിങ്കിങ് എന്നൊക്കെ വിളിക്കും. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ അകത്തേക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പോൾ ഇതേ സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു ഇംപ്ലിമെന്റ് ബോത്ത് ഡൈവേർജന്റ് തിങ്കിങ് ആസ് വെൽ ആസ് കൺവേർജന്റ് തിങ്കിങ്. അപ്പോൾ നമ്മൾ അത് നോക്കുകയാണെങ്കിൽ എന്താണ്? ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് അല്ലേ. ഒരു ഡ്രഗ് ട്രോളിയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഡ്രഗ് ട്രോളി ഈ ഡ്രഗ് ട്രോളി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിപ്പം നമ്മൾ പറഞ്ഞു രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാം എന്നല്ലേ. അപ്പം ഡൈവേർജന്റ് തിങ്കിങ്ങും കൺവേർജന്റ് തിങ്കിങ്ങും. ഡൈവേർജന്റ് ഓക്കെ. അപ്പോൾ ഈ ഡൈവേർജന്റ് തിങ്കിങ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്കറിയാം നമുക്കിവിടെ നമ്മുടെ പ്രോബ്ലം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരുപാട് ഐഡിയാസ് ആയിരിക്കണം നമ്മൾ ഇതിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട അല്ല. ഒരുപാട് ഐഡിയാസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ആൻഡ് വി ഹാവ് ടു സെലക്ട് ദ ബെസ്റ്റ് പോസിബിൾ വൺ ഐഡിയാസ്. എപ്പോഴും ആലോചിക്കേണ്ടത്. പക്ഷേ നമ്മൾ കൺവേർജന്റ് തിങ്കിങ് ആണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നിങ്ങൾക്ക് ബേസ്ഡ് ഓൺ ഡൈവേർജന്റ് ഓർ കൺവേർജന്റ് തിങ്കിങ്ങിൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇതൊന്ന് ആടെ ഒരു സൈഡിൽ നിങ്ങൾക്ക് ആദ്യം എഴുതി വെക്കാം. ഓക്കെ, അതിൻ്റെ ഒരു ഇലിസ്ട്രേഷൻ കാണിച്ചു കൊടുക്കാം കൺവേർജന്റ് തിങ്കിങ്ങും ഡൈവേർജന്റ്. ഇപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ഡിസൈൻ തിങ്കിങ് പ്രോസസ്സിൻ്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം മേജർ ആയിട്ടുള്ള സ്റ്റെപ്സുകൾ അല്ലേ. എന്താണ് നമ്മൾ പഠിച്ച സ്റ്റെപ്സുകൾ? അതെന്ത് ചെയ്യുക? അത് ആദ്യം നിങ്ങൾക്ക് ആദ്യം എംഫസൈസ്, ഐഡിയേറ്റ് ഉള്ള സ്റ്റെപ്സുകളുണ്ട് ഒരുപാട്. ഡിഫൈൻ, ഐഡിയേറ്റ്, പ്രോട്ടോടൈപ്പ്, ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ടെസ്റ്റ് ആ സ്റ്റെപ്സുകൾ നിങ്ങൾക്ക് ആദ്യം എഴുതി വെക്കണം. അത് വെച്ചിട്ട് വേണം നിങ്ങൾ ഓരോ രീതിയിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ കൺവേർജന്റ് തിങ്കിങ്ങിൽ നമ്മൾ എന്താണ്? നമുക്ക് ഒരുപാട് ഫാക്ട്സ് ഉണ്ടാവും. അപ്പം ഈ ഫാക്ട്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പോസിബിൾ സൊല്യൂഷനിലേക്ക് എത്തുമായിരുന്നു. ഇവിടെ നമുക്ക് ആൻസർ ഉണ്ടാവും. ഓക്കെ, ദിസ് ഈസ് ദ വേ ഓഫ് കൺവേർജന്റ് തിങ്കിങ്. മനസ്സിലായില്ലേ പറയുന്നത്? അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ഒരു മെഡിക്കൽ ഇഷ്യൂസ് ഒക്കെ അല്ലെങ്കിൽ മെഡിക്കൽ സൊല്യൂഷൻസ് ഒക്കെ നമ്മൾ എപ്പോഴും കൂടുതലും കൺവേർജന്റ് തിങ്കിങ് ആയിരിക്കും. ഓക്കെ, ബട്ട് ഇൻ ദ കേസ് ഓഫ് ടെക്നിക്കൽ ഓർ എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ് ഒക്കെ കൂടുതലും മോസ്റ്റ് പ്രോബബ്ലി ദേ ആർ ഡൈവേർജന്റ് തിങ്കിങ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പറയാൻ കാരണം സപ്പോസ് നമ്മളിപ്പം എന്താ പറയുക, ഇഫ് യു ആർ ഗോയിങ് ടു കൺസൾട്ട് എ ഡോക്ടർ, നമ്മൾ പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അവിടെ കൂടുതലും ഏത് രീതിയിലുണ്ടാവുക? ഓക്കെ, നമ്മൾ പോകുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു അസുഖമായിട്ടല്ലേ, ഞാനിപ്പോൾ ഒരു അസുഖമായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഡോക്ടർ എന്തായിരിക്കും ചോദിക്കുമോ? അവിടെ ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? കൺവേർജന്റ് തിങ്കിങ് ആണെന്ന് പറഞ്ഞു. അപ്പം ആക്ച്വലി എൻ്റെ ഫിസിക്കൽ കണ്ടീഷനൊക്കെ ആയിരിക്കും ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക. അതിനാണ് നമ്മൾ ഫാക്ട്സ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം ഞാൻ വയറുവേദന, ഭക്ഷണം എന്തായിരിക്കും,
അല്ലെങ്കിൽ എനിക്ക് ഇതിന് മുമ്പ് ഇതുപോലത്തെ അസുഖം ഉണ്ടായിട്ടുണ്ടോ, ഓക്കെ, വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, വയറിനകത്ത് എന്തെങ്കിലും എനിക്ക് എന്താ പറയുക കൂടുതൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുമ്പോഴൊന്നും പറ്റിയിരുന്നു, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അപ്പോൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ സൊല്യൂഷൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും. അതിനാണ് നമ്മൾ ഫാക്ട്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതിൽ നിന്നെല്ലാം ആ ഫാക്ട്സ് ഒക്കെ വിൽ കൺസിഡർ ദോസ് ഫാക്ട്സ് ആൻഡ് വിൽ കൺവേർട്ട് ടു എ സൊല്യൂഷൻ. അപ്പൊ എന്താണ് അതിലുള്ള കാരണം എന്ന് നമ്മൾ നോക്കിയിട്ട് അത് വെച്ചിട്ട് ഇതിലേക്ക് എത്തുന്ന രീതിയാണ് കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പം യൂഷ്വലി മെഡിക്കൽ ഫീൽഡിലുള്ള ഇഷ്യൂസ്, സൊല്യൂഷൻസ്, ഹെൽത്ത് പ്രോബ്ലംസ് അങ്ങനെയൊക്കെയുള്ള കൂടുതലും അതിൻ്റെ സൊല്യൂഷൻ ഈ രീതിയിലുള്ള കൺവേർജന്റ് തിങ്കിങ്ങിലായിരിക്കും അല്ലെ. അതിലെപ്പോഴും എന്ന് വെച്ചാൽ ലോജിക്കൽ തിങ്കിങ് ആയിരിക്കും. അതിന്റെ റീസൺസ് നമ്മൾ അല്ലെങ്കിൽ നോക്കിയിട്ട് അതിനകത്ത് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന രീതിയായിരിക്കും കൺവേർജന്റ് തിങ്കിങ് പറയുന്നത്. പക്ഷെ ഇതിലെങ്ങനെയായിരിക്കും ഡൈവേർജന്റ് തിങ്കിങ് എന്ന് വെച്ചാൽ നിങ്ങളോട് ഇപ്പം ഒരു സൊല്യൂഷൻ, ഒരു എഞ്ചിനീയറിംഗ് ആണ് ഡൈവേർജന്റ് തിങ്കിങ് ആയിരിക്കും അല്ലെ. നമ്മൾ അതിൽ ചെയ്യാനുള്ള പോസിബിൾ നമുക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി, അതിനുള്ള ഒരുപാട് ഐഡിയാസ് ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. ആണ് ഡൈവേർജന്റ് തിങ്കിങ് ആണ്. അപ്പൊ അത് കൂടുതലും ടെക്നിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഒരു പ്രോബ്ലം കണ്ടുപിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഐഡിയ, നമുക്ക് അവിടെ ഇമാജിനേഷൻ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് ഐഡിയാസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫോർമുലേറ്റ് ചെയ്യും. അതിനകത്ത് ഐഡിയ നമ്മൾ അപ്പൊ ഐഡിയാസിലേക്കാണ് പോകുന്നത് അല്ലെ. നമ്മൾ ആ ഒരു സൊല്യൂഷൻ ഡിഫറെന്റ് ഐഡിയാസിലേക്ക് ആയിരിക്കും നമ്മൾ മൂവ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്നാ നമുക്കുള്ള ഫാക്ട്സിൽ നിന്ന് ഒരു സൊല്യൂഷൻ, ഒരു ആൻസറിലേക്ക് ആയിരിക്കും കൺവേർജന്റ് തിങ്കിങ്ങിൽ പോകുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾക്ക് മനസ്സിലാവണം എന്താണ് കൺവേർജന്റ് തിങ്കിങ്, ഡൈവേർജന്റ് തിങ്കിങ്. അപ്പൊ ഈ രണ്ട് അപ്രോച്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ ഒന്ന് എങ്ങനെയാണ് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക നോക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഐഡിയ ഉണ്ട്, നമുക്കൊരു നമ്മൾ പറയാം. ഓക്കെ, സപ്പോസ് ഇപ്പോൾ ഡൈവേർജന്റ് തിങ്കിങ്ങിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാണ് നമ്മൾ ഫസ്റ്റ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറയുക, ഡ്രഗ് ട്രോളി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ വരക്കാം, ഡ്രഗ് ട്രോളി എന്നിട്ട് വരച്ചുകൊണ്ട് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയാസിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പം ഈ ഐഡിയാസ്, ഇപ്പൊ ഐഡിയ ഓരോന്നായിട്ട് ഇവിടെ എഴുതും. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരിക്കും നമ്മൾ ചെയ്യുമ്പോൾ, ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, ഓരോ രീതിയിൽ എഴുതാം കേട്ടോ. അപ്പൊ ഓരോ ഐഡിയാസും പല രീതിയിലേക്ക് എഴുതാം. അതിന്റെ സ്കെച്ചസ് നമുക്ക് അവിടെ വേണമെങ്കിൽ നമുക്ക് പേപ്പറിൽ നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം. ആരെങ്കിലും പറഞ്ഞു ഡ്രഗ് ട്രോളിംഗ് എന്ന് എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ? വൈഷ്ണവ് ഉണ്ടോ? ഒരു ഡ്രഗ് ട്രോളിയാണ്. അപ്പം നമുക്ക് എന്താ അതിനകത്ത് മെയിനായിട്ട് വേണ്ടത്, എന്താ വേണ്ടത്, ഡ്രഗ്സ് വെക്കാനുള്ള സംവിധാനമാണ് വേണ്ടത്. അപ്പൊ എന്തൊക്കെ വേണ്ടി വരും നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ? ആരെങ്കിലും പറഞ്ഞ പറയുന്നത് തെറ്റിപ്പോയ സാരമില്ല, നിങ്ങൾ പറഞ്ഞോ, മൈക്കോൺ ചെയ്തിട്ട് സംസാരിക്കും. എന്തായിരിക്കും അഞ്ജന? കേൾക്കുന്നില്ല പറയുന്നത്? പറഞ്ഞോ അഞ്ജന. സാധാരണ നമുക്ക് ഡിസൈൻ ചെയ്യണം, നമ്മുടെ ട്രോളിയിൽ എന്തൊക്കെ വേണ്ടി വരും? കേൾക്കുന്നില്ല, അഞ്ജന പറയുന്നുണ്ടോ എന്തെങ്കിലും? ആരെങ്കിലും ഒന്നും പറയപ്പോ. ഷീസ് ഐഡിയ ഉണ്ടെന്നെങ്കിലും നിങ്ങൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യേണ്ടതാണ്, അതാ ഞാൻ ചോദിച്ചത്. അക്ഷയ്, വിഷ്ണു, നിങ്ങളൊന്നും ഇവിടെ ഇല്ലേ? ഞാൻ അറ്റൻഡൻസ് തരില്ല റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ.
അക്ഷയ് പറ, എന്തെങ്കിലും ഒരു ഐഡിയ, അക്ഷയ്ക്ക് തോന്നുന്ന ഒരു ഐഡിയ പറ. ഒരു ഡ്രഗ് ട്രോളി നിങ്ങൾ ഒന്നും വേണ്ട, ആ ഡ്രഗ് ട്രോളി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് എന്തൊക്കെ വേണം? നമ്മുടെ ഡ്രഗ്സ് ആണ് പിന്നെ അതിൻ്റെ അകത്ത് നിന്ന് ക്യാരി ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെ സംഭവങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം? വാട്ട് ആർ ദ ഡിസൈൻ സ്റ്റെപ്സ് ബിഹൈൻഡ് ഇറ്റ്? യൂസിങ് ഡൈവേർജന്റ് തിങ്കിങ്. Okay, if you're using divergent thinking, we have to develop a lot of ideas from a particular question. Okay, but in the case of convergent thinking, we are only focusing on facts. From these facts, we have to converge to a particular solution. Okay, so here the question is to develop a drug trolley. Anyone? Anushri? Anushri, can you answer? അത് ട്രാവൽ ചെയ്യാവുന്ന വിധത്തിൽ ഡിസൈൻ ചെയ്യേണ്ടത്. Okay. വീൽസ്. Okay. So, what will be that design? How can you design for traveling? How can you make that trolley for a traveling purpose? എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾക്ക് സ്കെച്ചസ് ഇടാമല്ലോ ഒരു ഐഡിയയിൽ. ഇപ്പം ഒരു ട്രോളി പോലെ വരക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും? നിങ്ങൾക്ക് അവിടെ ടയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ ഫിക്സ് ചെയ്യാം അല്ലേ? പിന്നെ ട്രോളി ഡ്രഗ് ട്രോളി ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഡ്രഗ് അവിടെ കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യേണ്ടി വരും? റോഷ്നിമാല പറഞ്ഞോ, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഓക്സിജൻ സപ്ലൈക്ക് ഓക്സിജൻ സപ്ലൈ വേണ്ടി വരും. ഓക്കെ, നിങ്ങൾക്ക് അപ്പം വെരി ഗുഡ്. അപ്പൊ അങ്ങനെയുള്ള ഐഡിയാസ് നിങ്ങൾ എഴുതണ്ടേ? ഇപ്പം ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ടയേഴ്സ് ഒക്കെ നിങ്ങൾ അതിൽ ഫിക്സ് ചെയ്യേണ്ടി വരും. പിന്നെ അടുത്ത ഐഡിയ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓക്സിജൻ സപ്ലൈ കൊടുക്കണമെങ്കിൽ ഓക്സിജൻ സപ്ലൈ യൂണിറ്റ് വേണമെങ്കിൽ അതിൽ ഫിക്സ് ചെയ്യാം അല്ലേ? കുറച്ചും കൂടി നിങ്ങൾ എന്താ പറയാ ഡീപ്പായിട്ട് ചിന്തിക്കുന്നതാണെങ്കിൽ നമുക്ക് കമ്പാർട്ട്മെന്റുകൾ വേണ്ടി വരും അല്ലേ? ട്രോളിയിൽ എന്ത് വേണ്ടി വരും? നിങ്ങൾക്ക് ഇതുപോലുള്ള ബോക്സസ് വേണ്ടി വരും. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെസ്കിനെ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള കമ്പാർട്ട്മെന്റ്സ് അല്ലേ നിങ്ങൾ അതിൽ ഫിക്സ് ചെയ്യേണ്ടി വരും. പിന്നെന്ത് വേണ്ടി വരും? അപ്പോൾ ആ ഐഡിയാസ് ഒക്കെ ഇങ്ങനെയുള്ള ഐഡിയാസ് ഒക്കെ നമ്മളവിടെ സ്കെച്ച് ചെയ്ത് കാണിക്കും. ഓക്കെ, വേറെ എന്തെങ്കിലും വേണ്ടി വരും? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ടയേഴ്സ് ഉണ്ട്, ടയേഴ്സ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂണിറ്റ്സ് ഏതെങ്കിലും ഒരു ഇവിടെ സമയത്ത് യൂണിറ്റ്സുകൾ നമുക്ക് ഉണ്ടാക്കാം അല്ല? പിന്നെന്ത് ചെയ്യാം? ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് സാനിറ്റൈസേഴ്സ് ഒക്കെ ആണെങ്കിൽ വേറെ തന്നെ സെപ്പറേറ്റ് സെക്ഷൻസ്, അതൊക്കെ സെപ്പറേറ്റ് ഞാൻ ഈ വരക്കുന്ന പോലെയല്ല, നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കുറച്ചും കൂടി നീറ്റായിട്ട് വരക്കാം. സാനിറ്റൈസർ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻസ്, കീപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. പിന്നെന്താ ചെയ്യാം? എന്തായിരിക്കും ഐഡിയ ഉണ്ടെന്നല്ലോ? വൈഷ്ണവ് ഐഡിയ ഉണ്ടോ?
വിഷ്ണു, ബോയ്സ് ആരും അനങ്ങാത്ത ആർക്കും ഒരു ഐഡിയ ഇല്ല നിങ്ങൾക്ക്? അനുശ്രീ വേറെ ഐഡിയ ഉണ്ടോ? നിങ്ങൾ ഇവിടെ വേണ്ടത് നിങ്ങളുടെ തിങ്കിങ് ആണ് കേട്ടോ, കുറച്ച് ഇമാജിനേഷനും നിങ്ങളുടെ ഒബ്സർവേഷനൊക്കെ വേണം ഇതിൽ. അഷ്ന കേൾക്കുന്നില്ല? അഷ്ന ഓഫ് കോഴ്സ്. വിഷ്ണു ഇപ്പോൾ ഒരു പോയിന്റ് പറഞ്ഞു, ഹാൻഡിൽ. നമുക്കത് ചെയ്യാം അല്ല, ഹാൻഡിൽ വേണമെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പം നിങ്ങളത് വെറുതെ സ്കെച്ച് ചെയ്യുന്നതിന്റെ പുറമെ നിങ്ങൾക്ക് സ്കെച്ച് സെപ്പറേറ്റ് ആയിട്ട് സ്കെച്ച് ചെയ്ത് കാണിക്കണം. ഞാനിങ്ങനെ വരക്കുന്ന പോലെയല്ല, ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് സ്കെച്ച് ചെയ്ത് കാണിക്കുക. അപ്പോൾ അവിടെ നോട്ട് ചെയ്യുകയും ചെയ്യുക ഹാൻഡിൽ. പിന്നെന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കാം, നമുക്ക് കുറെ കൂടി ഇഷ്ടം ഒരു നിങ്ങളിപ്പോൾ ഒരു ട്രോളി ഡിസൈൻ ചെയ്യുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അപ്പം എസ്പെഷ്യലി നമ്മൾ സാധാരണ ഒരു ട്രോളി അല്ല, നമ്മളിവിടെ കീപ്പ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്, അല്ല ഡ്രഗ്സ് അല്ല മരുന്നുകളാണ് ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടുള്ള കീപ്പ് ചെയ്യാനുള്ള ഒരു ട്രോളിയാണ് ഡിസൈൻ ചെയ്യുന്നത്. പറഞ്ഞോ അഷ്ന, എന്തെങ്കിലും പറഞ്ഞോ. വെരി ഗുഡ്, കൂളർ. വെരി ഗുഡ്. സോ നെക്സ്റ്റ് കൂളർ. നമുക്ക് ഡ്രഗ്സ് ആണ്, സോ ഡെഫിനറ്റ്ലി വി നീഡ് എ കൂളിംഗ് സെറ്റപ്പ്. അപ്പോൾ ഒരു കൂളർ നമുക്ക് ഇതിൻ്റെ കൂടെ ഇതാക്കാം. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്സിജൻ സപ്ലൈ വെച്ചു, സാനിറ്റൈസേഴ്സ് വെച്ചു, കൂളർ വെച്ചു, ടയേഴ്സ് വെച്ചു. ഓക്കെ, ഇങ്ങനെയുള്ള ഇപ്പം ഞാൻ കൂടുതൽ നമ്മൾ പറയുന്നില്ല, ഇങ്ങനെയുള്ള ഒരുപാട് ഐഡിയാസ് നിങ്ങളിവിടെ കാണിക്കുക, നിങ്ങളുടെ ഒരുപാട് സ്കെച്ചസ് നിങ്ങളിവിടെ കാണിക്കുക. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇഫ് യു ആർ ഗോയിങ് ഫോർ എ ഡൈവേർജൻ തിങ്കിങ് ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതാണ് ഒരു ഡ്രഗ് ട്രോളി. അപ്പോൾ ഈ ഐഡിയാസ് ഒക്കെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഇവിടെ എഴുതി വെക്കുക. ഐഡിയ 1, ഓക്കെ, അതുപോലെ ഐഡിയ 2 എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതി വെക്കാം. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഡ്രഗ് ട്രോളിയാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ നിങ്ങൾ ഡൈവേർജൻ തിങ്കിങ് എഴുതും. അപ്പോൾ ആ രീതിയിൽ അതിനെ സ്കെച്ച് ചെയ്ത് കാണിക്കും. ചെറിയ എക്സ്പ്ലനേഷൻസ് കൊടുക്കണം കേട്ടോ, ഓരോ ഐഡിയാസിന് നിങ്ങൾ എക്സ്പ്ലനേഷൻസ് കൊടുക്കുക. എന്തിനാണ് ഇപ്പം കൂളിംഗ്, എന്തിനാണ് നമുക്ക് ഡ്രഗ് പിന്നെ കൂളായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കൂളിംഗ് സെക്ഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലേ. ടയേഴ്സ് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന പോലെ സാനിറ്റൈസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഹാൻഡിൽ യൂസ് ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ ഓരോ ഡിഫറെൻറ്റ് ഐഡിയാസ് അവിടെ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായി, ഡൈവേർജൻ തിങ്കിങ് ആയി അല്ലേ. ഇനി നിങ്ങൾ ഇതേപോലെ കൺവേർജൻ തിങ്കിങ്ങിൽ എങ്ങനെയായിരിക്കും ആൻസർ ചെയ്യാം? Convergent thinking, how can you approach this problem as convergent thinking? നിങ്ങളിങ്ങനെ ഇതായി നിൽക്കല്ലോ, കുറച്ച് സംസാരിക്കുന്നെങ്കിൽ. അശ്വിൻ, യു ഹാവ് എൻ ഐഡിയ? കൺവേർജൻ തിങ്കിങ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്താ ആക്ച്വലി നമ്മുടെ ഒരുപാട് ഫാക്ട്സിന് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നിലേക്ക് വരണം അല്ലെ. ഇപ്പം നമ്മളിപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്വസ്റ്റ്യൻ എന്നല്ല, നമ്മുടെ ഫാക്ട്സ് ആണ് നമ്മൾ ആദ്യം അതിൽ കാണിക്കേണ്ടത് അല്ലെ. ഫ്രം ദോസ് ഫാക്ട്സ് വി ഹാവ് ടു ഡെവലപ്പ് എ സൊല്യൂഷൻ, അല്ലെങ്കിൽ ഒരു ആൻസർ കണ്ടുപിടിക്കണം. അപ്പം എന്തൊക്കെയായിരിക്കും നമ്മൾ അതിലെന്തായിരിക്കും വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വേണം നമ്മൾ ഒരു സൊല്യൂഷനിലേക്ക് എത്തിക്കാൻ. നമ്മൾ ഒരുപാട് ഒറ്റ ഒരു സൊല്യൂഷൻ, ഒരു പ്രോബ്ലം നമുക്ക് കിട്ടി, ആ പ്രോബ്ലത്തിന് നമ്മൾ ഒരുപാട് സൊല്യൂഷനിലേക്ക് പോകുന്നു അല്ലേ. അപ്പൊ ഇതിലെങ്ങനെ ചെയ്യാം, നേരെ ഓപ്പോസിറ്റ് പ്രൊസീജിയറിലേക്ക് നമ്മൾ ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഐഡിയ ഉണ്ടോ? ഒരു പ്രോബ്ലം സൊല്യൂഷൻ പറഞ്ഞോ, കേൾക്കുന്നില്ല. സൊല്യൂഷൻസ് ഒരു പ്രോബ്ലത്തിന് കണ്ടെത്തും ആണല്ലേ. അതെ, എന്തൊക്കെ പറയാം. അപ്പൊ ഇവിടെ നമ്മൾ ഈ പറയുന്ന പോലെ ഫാക്ട്സ് ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരും. ഈ ഫാക്ട്സ് നമ്മൾ കാണിക്കേണ്ടി വരും. ഇവിടെ എന്താ പറയാ, കൺവേർജനിലാണെങ്കിൽ നമ്മൾ ഡിഫറെന്റ് ഫാക്ട്സുകൾ ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തുനിന്നൊരു ആൻസർ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഇതേപോലെ തന്നെ ഇതേ പ്രൊസീജിയർ ആണ് നമ്മൾ എന്ത് ചെയ്താൽ മതി, കൺവേർജന്റ് ആയിട്ട് ചെയ്താൽ മതി. അപ്പൊ എങ്ങനെ ചെയ്യും? ഇപ്പൊ ഫാക്ട്സ് എന്നിട്ട് നമ്മൾ എന്തൊക്കെയായിരിക്കും അതിൽ എഴുതുമോ?
അറിയില്ല സാറേ, അറിയില്ല. ഓക്കെ ഓക്കെ. റോഷനി ഐഡിയ ഉണ്ടോ എന്തെങ്കിലും? ഇപ്പൊ ഇവിടെ ഫാക്ട്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു, ഇപ്പം എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട സൊല്യൂഷൻ ആണ്. അപ്പൊ ഫാക്ട്സ് മറ്റൊരൊക്കെ ഐഡിയാസ് ആണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഐഡിയാസ്. ഈ ഫാക്ട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിബിൾ ആയിട്ട് ലോജിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫാക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ എന്തൊക്കെയായിരിക്കും എഴുതുമോ? നമുക്ക് ട്രോളി ഉണ്ടാക്കാൻ വേണ്ട പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ കാണിക്കേണ്ടത്. അപ്പൊ എന്തൊക്കെയായിരിക്കും അവിടെ എഴുതുമോ? ലോജിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു റോഷനി പറഞ്ഞു. സ്റ്റെയിൻലെസ് സ്റ്റീൽ അങ്ങനത്തെ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്താ പറയാ മെറ്റീരിയൽ, അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പം പോസിബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ, അല്ല നമുക്ക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ എന്താ പറയാ, അതൊക്കെയാണ് നമ്മളവിടെ എഴുതി വെക്കേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മളിപ്പം ഇപ്പൊ ട്രോളി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്, ആ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. മറ്റൊരു ഐഡിയ ആണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം, എന്ത് വേണമെങ്കിലും ഏത് എക്സ്റ്റെൻഡ് വരെ വേണമെങ്കിലും നമുക്ക് പിന്നെ ആലോചിച്ച് കണ്ടുപിടിക്കാം. പക്ഷെ ഇവിടെ എന്താണ്, വാട്ട് ഹിയർ വി ഹാവ് ഓൺലി പോസിബിൾ ലോജിക്കൽ ഫാക്ട്സ്. ആ ലോജിക്കൽ ഫാക്ട്സ് ആണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഇപ്പം ലോജിക്കൽ ഫാക്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ ട്രോളി ഉണ്ടാക്കാൻ നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ്, അല്ലെ, നമുക്ക് വേണ്ട മെറ്റീരിയൽ എന്തൊക്കെയാണ്, പിന്നെ നമുക്ക് പിന്നെ അത് കണക്ട് ചെയ്യേണ്ട സംവിധാനങ്ങൾ, കൂളർ, അങ്ങനെയുള്ള സംഭവങ്ങൾ, അത് എവിടെ പ്ലേസ് ചെയ്യും, എത്രയായിരിക്കും അതിന്റെ ഡയമെൻഷൻ വേണ്ടി വരുമോ, അങ്ങനെയുള്ള ഫാക്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അതിൽ ഈ ഐഡിയാസും വരും. കുറച്ച് നമുക്ക് നമ്മൾ എഴുതിയ ഐഡിയാസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പൊ നമ്മളവിടെ ഈ പറയുന്ന ഫാക്ട്സുകൾ എഴുതി വെക്കും. എന്ത് ചെയ്യുക, നമ്മളെ മെറ്റീരിയൽ എന്തൊക്കെയാണ്, മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെ, അത് വേണ്ട എന്തൊക്കെയായിരിക്കും, മെറ്റീരിയൽ വേണ്ടത്, അല്ലെ, നമ്മുടെ കയ്യിലുള്ള എന്തൊക്കെയായിരിക്കും, നമ്മൾ ഈ പറയുന്ന ട്രോളിക്ക് വേണ്ട ആവശ്യമുള്ള, അല്ലെ, സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ വേണമെങ്കിൽ എഴുതാം. നമുക്ക് വേണ്ട ആവശ്യമുള്ള ടയേഴ്സ് നമുക്കിവിടെ പിന്നെ എഴുതാം, അല്ല, പിന്നെ കൂളിംഗ് സെക്ഷൻ നിങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ എഴുതാം. അതിന് എത്ര ഡയമെൻഷൻ വരും, ടോട്ടൽ ഡയമെൻഷൻ എത്രയായിരിക്കും വരുമോ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക, മെറ്റീരിയലിന്റെ കേസിൽ നമുക്ക് ഈ മെറ്റീരിയലായിട്ട് എഴുതി വെക്കാം. പിന്നെ നിങ്ങൾ വെൽഡിങ് ഇഷ്യൂ, പിന്നെ ഇത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അത് ഫിക്സ് ചെയ്യുന്നത്, മെറ്റൽ പാർട്ട് മാത്രമല്ല, ചിലപ്പം പ്ലാസ്റ്റിക്കിന്റെ പാർട്സുകൾ ഉണ്ടാവാം, അല്ല, കമ്പാർട്ട്മെന്റുകൾ എങ്ങനെ നിങ്ങൾ ഫിക്സ് ചെയ്യും, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എഴുതി വെച്ചിട്ട് അത് ഈ പറയുന്ന പോലെ ഡൈവേർജന്റ് ആയിട്ട് എഴുതുക. ഡ്രഗ് ട്രോളിനെ ഇവിടെ കാണിക്കും, കൺവേർജന്റ് ആയിട്ട് നിങ്ങൾ ഈ പറയുന്ന ഐഡിയാസിനൊക്കെ ഇങ്ങോട്ടേക്ക്, ഫാക്ട്സിനൊക്കെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്ന രീതിയിൽ കാണിക്കുക. അപ്പൊ ഈ ഐഡിയ നമ്മൾ ഇതുപോലെ ഈ പറയുന്ന ഫാക്ട്സുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നായിട്ട് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യണം. ഫാക്ട് 1, ഫാക്ട് 2 എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? കുറച്ച് ആലോചിച്ചിട്ട് എഴുതണ നിങ്ങൾ. മനസ്സിലാവുന്നില്ല? ഷീസ് മനസ്സിലാവുന്നില്ല പറയുന്നത്? വൈഷ്ണവ് ക്ലിയർ അല്ല? ആ കോൺസെപ്റ്റ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഡൈവേർജന്റ് തിങ്കിങ്ങും കൺവേർജന്റ് തിങ്കിങ്ങും നല്ല കോൺസെപ്റ്റ്സ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ ആ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ എന്താണോ നിങ്ങൾ ചോദിക്കുന്നത്, ഡിസൈൻ തിങ്കിങ് എന്ന് ആലോചിക്കുമ്പോൾ ഡിസൈൻ തിങ്കിങ് എന്നൊരു പ്രോബ്ലം വരുമ്പോൾ തന്നെ ഡെഫിനറ്റ്ലി ഡിസൈൻ തിങ്കിങ്ങിന്റെ സ്റ്റെപ്സ് എന്താണ് നിങ്ങൾക്ക് വേണം. ഡിസൈൻ പ്രോസസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് മോഡിൽ നമുക്ക് ഡിസ്കസ്, ഫസ്റ്റ് മോഡിൽ പറഞ്ഞ കാര്യങ്ങൾ ഡിസൈൻ പ്രോസസ് ആയിരിക്കും. ഇപ്പോൾ ഡിസൈൻ പ്രോസസ്സിൽ ഒരുപാട് സ്റ്റെപ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ, അല്ലെങ്കിൽ കുറേ സംഭവങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്സുകളായിരിക്കണം നിങ്ങൾക്ക് അതിൽ ഓർമ്മ ഉണ്ട്. അത് വെച്ചിട്ട് വേണം ഓരോ പ്രോബ്ലം അപ്രോച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പഠിച്ച തിയറി ആയിട്ട് കണക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ഓരോ പ്രോബ്ലത്തിന് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഡെഫിനറ്റ്ലി ആ പോയിന്റ്സുകൾ അല്ലെങ്കിൽ ആ സ്റ്റെപ്സുകൾ നിങ്ങൾ ആ ആൻസറിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആണെന്നോ പറയുന്നത്? അനുഷ്ഠ ക്ലിയർ അല്ലേ പറയുന്നത്? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇത് നിങ്ങൾ ഈ രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ, നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് ആലോചിച്ചിട്ട് കണ്ടുപിടിക്കുന്ന പോയിന്റ്സുകളൊക്കെ നിങ്ങൾക്ക് അതിന്റെ കൂടെ എഴുതാം. നല്ല രീതിയിൽ എക്സ്പ്ലനേഷനും കൂടി കൊടുക്കും കേട്ടോ. കുറച്ച് നല്ല നീറ്റായിട്ട് എഴുതുക, കുറച്ച് സ്കെച്ചസ് എല്ലാം ആയിട്ട് കാണുന്ന ആൾക്ക് കുറച്ച് പിന്നെ എന്താ പറയേണ്ടത്, അത് ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാം ആൻസർ ഷീറ്റിൽ. ഓക്കെ, നെക്സ്റ്റ് ഞാൻ വേറൊരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പ്രോബ്ലത്തിൽ
അല്ലെ? ഇപ്പൊ ഡിസൈൻ തിങ്കിങ് അപ്രോച്ച് ഓഫ് എ ഡിസൈൻ എ ബാഗ് ഫോർ കോളേജ് സ്റ്റുഡൻസ് എന്നൊരു പ്രോബ്ലം നമ്മൾ ചെയ്തത് അല്ലേ? വിത്തിൻ എ ലിമിറ്റഡ് ബഡ്ജറ്റ്. ഡിസ്ക്രൈബ് ഈച്ച് സ്റ്റേജ് ഓഫ് ദ പ്രോസസ് ആൻഡ് ഐറ്ററേറ്റീവ് പ്രൊസീജിയർ ഇൻവോൾവ്. യൂസ് ഹാൻഡ് സ്കെച്ചസ്. ഇപ്പൊ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബാഗിന് പകരം നമ്മളൊരു ഒരു കിഡ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു ജ്യൂസ് ബോക്സ് നമ്മൾ ഡിസൈൻ ചെയ്തു. ഓക്കെ, ഒരു ജ്യൂസ് കണ്ടെയ്നർ ഫോർ കിഡ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇല്ലുസ്ട്രേറ്റ് ചെയ്യണം. ഡിസൈൻ തിങ്കിങ് അപ്രോച്ച് ആണ് ഇവിടെ വേണ്ടത്. ഓക്കെ, വി ആർ യൂസിങ് ഡിസൈൻ തിങ്കിങ് അപ്രോച്ച്. ഇപ്പൊ എന്തായിരിക്കും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്? എന്തായിരിക്കും? By design thinking approach, we can develop a juice container for kids. കിഡ്സിനാണ് നമുക്കത് വേണ്ടത്. ജ്യൂസ് കണ്ടെയ്നർ ഫോർ കിഡ്സ്. അങ്ങനെ ചെയ്യും. സ്കെച്ചസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതിൻ്റെ കൂടെ. ഓക്കെ, സോ വാട്ട് ഈസ് അവർ ഫസ്റ്റ് സ്റ്റെപ്പ്? എന്തായിരിക്കും? നമുക്ക് ഡിസൈൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിസൈൻ തിങ്കിങ്ങിനുള്ള എന്താ നമ്മൾ എങ്ങനെ ചെയ്യാത്? ആരെങ്കിലും പറഞ്ഞു പെട്ടെന്ന്. കൺവേർജന്റ് ഡൈവേർജന്റ് മെത്തേഡ് അല്ല നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, ഡിസൈൻ തിങ്കിങ് പ്രോസസ് ആണ്. ഡിസൈൻ തിങ്കിങ് പ്രോസസ് എന്ന് പറയുമ്പോൾ ആ അപ്രോച്ചിൽ വേണം നിങ്ങൾ ആ ക്വസ്റ്റിനെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എങ്ങനെയായിരിക്കും അക്ഷയ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? പറ, ആരെങ്കിലും പറ, അറിയുന്നവർ പറ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് ഉദ്ദേശിച്ച് ഞാൻ ഉദ്ദേശിച്ചത് എംപതൈസ്. അതന്നെ അതിൽ നിങ്ങൾ ആ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, എന്തൊക്കെയായിരുന്നു? എംപതൈസ്. പറ, അടുത്തെന്താ? പറ, അടുത്തെന്താണ്? ഡിഫൈൻ അല്ലേ? പിന്നെന്താ? പറ, പിന്നെന്താണ്? ഐഡിയേറ്റ്. അടുത്ത കഴിഞ്ഞിട്ട് പ്രോട്ടോടൈപ്പ് ടെസ്റ്റ് അല്ല? ഐഡിയേറ്റ്, പ്രോട്ടോടൈപ്പ്, ടെസ്റ്റ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സുകൾ നിങ്ങൾ ആദ്യം അവിടെ എഴുതി വെക്കുക. ഇതൊക്കെ നമ്മുടെ ഡിസൈൻ തിങ്കിങ്ങിൽ വേണം. സോറി, ഐഡിയേറ്റ്, പ്രോട്ടോടൈപ്പ്, ടെസ്റ്റ്. ഓക്കെ, അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ സംഭവം നമ്മൾ ഉണ്ടാക്കേണ്ടത് അല്ലേ? ഇപ്പോൾ നമ്മൾ ബാഗ് ഉണ്ടാക്കിയ പോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ജ്യൂസിന് വേണ്ടിയിട്ട് ജ്യൂസ് കണ്ടെയ്നറോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എംപതൈസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ അവിടെ വേണ്ടത്? നമ്മളെ എന്താണ്? യൂസറിന്റെ ആവശ്യങ്ങളാണ് നമ്മളവിടെ എഴുതേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ യൂസറിന്റെ ആവശ്യം എന്താണ്? ഒരു ജ്യൂസ് കണ്ടെയ്നറാണ് അല്ലേ? അപ്പം അത് എസ്പെഷ്യലി ഫോർ കിഡ്സ് ആണ്. അപ്പോൾ അത് ആലോചിക്കണം. ഇപ്പോൾ കിഡ്സിനാകുമ്പോൾ എന്തൊക്കെയായിരിക്കും അതിന്റെ റിക്വയർമെന്റ് വേണ്ടി വരും? ആ റൗട്ടിൽ നിങ്ങളിങ്ങനെ ഒന്നും മിണ്ടാതിരിക്കല്ലേ? എന്തൊക്കെയായിരിക്കും ആദ്യം? നീ ഒരു ഇതുണ്ടാക്കണം. മെറ്റീരിയൽ നല്ലതായിരുന്നു. വെരി ഗുഡ്. പിന്നെ അതായത് ഹാംഫുൾ ആയിട്ടൊരു മെറ്റീരിയൽ ആകാൻ പാടില്ല അല്ലേ? അത്രയും നല്ല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കാത്ത മെറ്റീരിയൽ ആയിരുന്നു. പിന്നെ എന്തായിരിക്കാം? സൈസ്. വെരി ഗുഡ്. സൈസ് എന്ന് പറയുന്നത് എപ്പോഴും ചെറുതായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് വരും. ഒരു ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ഒന്ന് സ്കെച്ച് ഒക്കെ ചെയ്തിട്ട് വരിക. ഓക്കെ, സമയമായി. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.